നമുക്ക് പലർക്കും അറിയാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജസ് ഡെയിലി വരുന്നുണ്ട്. അതിപ്പോൾ ഒരു ആവറേജ് ഒരു ദിവസം അറൗണ്ട് 400 to 600 മെസ്സേജാണ് ഒരു ആവറേജ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് എല്ലാവർക്കും എല്ലാ മെസ്സേജും കാണേണ്ട ആവശ്യമില്ല. അപ്പം അത് ചിലർക്ക് അനോയിങ് ആയിരിക്കും, അതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അത് മാത്രമല്ല, മൊബൈലിലെ സ്പേസ് കൂടുതലായിട്ട് യൂസ് ചെയ്യും. അത് ചിലപ്പം ഫോൺ ഹാങ് ആകും. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും പലരും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം അത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുമെന്നുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിവിടെ ഇടുന്നത്. അപ്പം നിങ്ങൾക്കത് മാനേജ് ചെയ്യാതെ കൊണ്ട് ഹെൽപ്ഫുള്ളായിരിക്കും. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇപ്പം ഗ്രൂപ്പിൽ നിങ്ങൾ അത്ര ആക്റ്റീവ് അല്ല. നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഫോൺ ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളോ ആരെങ്കിലും യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിലെ മെസ്സേജ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും ഒക്കെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. അത് ഹൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് മെയിനായിട്ട് നിങ്ങൾ വാട്സാപ്പ് എടുക്കുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോവുക. ഗ്രൂപ്പിൽ ഈ സൈഡിലെ ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മ്യൂട്ട് നോട്ടിഫിക്കേഷൻ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് പല ഓപ്ഷൻ കാണാം. 8 മണിക്കൂർ, ഒരു ദിവസം, ഒരാഴ്ച, 1 ഇയർ. അപ്പോൾ അതിലേതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത്രയും ടൈം കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക് പഴയ പോലെ ആവും. ഓക്കെ, അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മാനേജ് ചെയ്യുന്നതാണ്. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലുള്ള മീഡിയ, ഇപ്പോൾ പലരും വീഡിയോ അയക്കുന്നുണ്ട്. അപ്പം അത് വീഡിയോ അയക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കത് ഫോണിൽ സ്റ്റോറേജ് ആയിട്ട് വന്ന് കിടക്കുക, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പം ഗ്രൂപ്പ് ഇൻഫോ എടുക്കുക. അപ്പോൾ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പ് മീഡിയ. ആ മീഡിയയിൽ ഡൗൺലോഡ് ചെയ്ത ഫയലുകളെല്ലാം കാണാം. അപ്പം പല ടാബ്, ഇപ്പോൾ ഡോക്യുമെൻ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഡോക്യുമെൻറ്റിനകത്ത് കിടക്കും. ആരെങ്കിലും എന്തെങ്കിലും ലിങ്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കും. കൂടുതലും വരുന്ന മീഡിയയിലായിരിക്കും, വരുന്ന സാധനങ്ങളായിരിക്കും കൂടുതൽ സൈസ് എടുക്കും. അപ്പോൾ നിങ്ങളത് ഫയൽ അവിടെ സെലക്ട് ചെയ്യുക. കാരണം അത് ഞെക്കി പിടിക്കുക. അപ്പോൾ അവിടെ ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാം. അത് ഒരു ഓപ്ഷനാണ്. ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ മെസ്സേജ്, ഇപ്പോൾ ആരെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അയച്ച് അത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മെസ്സേജ് സ്റ്റാർ ചെയ്യാം. സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാർ മെസ്സേജ് എപ്പോഴും ടോപ്പിൽ വന്ന് കിടക്കും. നിങ്ങൾക്കത് പെട്ടെന്ന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും മീഡിയ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാം. ഉദാഹരണമായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് നേരത്തെ കോൺടാക്റ്റ് അയച്ചിട്ടുണ്ട്, ആ കോൺടാക്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് അതെടുക്കാം. പിന്നെ അടുത്തത് വേറെ അതിനകത്തിൽ നിങ്ങൾക്ക് ഈ ചാറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ ഏതൊരു ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചാറ്റ് എടുക്കുക. എക്സ്പോർട്ട് ചാറ്റ് എടുക്കുമ്പോൾ അത് വിത്ത് ഓർ വിത്തൗട്ട് മീഡിയ എന്ന് ചോദിക്കും. അപ്പം വിത്തൗട്ട് മീഡിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് മീഡിയ ഫയൽസ്, വീഡിയോയും എല്ലാം റിമൂവ് ആവും. അപ്പം അതാകുമ്പോൾ സൈസ് കൂടുതലായിരിക്കും. ഇൻക്ലൂഡ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീഡിയ ഫയൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുള്ള ബാക്കപ്പ്. എന്നിട്ട് അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഒന്നെങ്കിൽ അത് മെയിലിലോട്ട് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ്, അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വഴി ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ഇതെന്തിനാണെന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിങ്ങനെ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ആ ഗ്രൂപ്പ് എടുക്കുക, മോർ എടുത്തിട്ട് എക്സ്പോർട്ട് ചാറ്റ്, അതിൽ ഇൻക്ലൂഡ് മീഡിയ വെച്ചിട്ട് അത് സെൻഡ് ചെയ്യുക മെയിലിലോട്ടോ. മെയിലാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, പക്ഷേ മെയിലിൽ ഒരുപാട് സൈസ് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലെ മെസ്സേജസ് എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മോർ എടുക്കുക, ക്ലിയർ ചാറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കും ഡിലീറ്റ് എവറിത്തിങ് എന്ന് വെച്ചാൽ ഡിഫോൾട്ട് സ്റ്റാർഡ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ കണ്ടു എങ്ങനെയാണ് മെസ്സേജ് സ്റ്റാർ ചെയ്യുന്നത്. അപ്പം ഇത് മെസ്സേജ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി അതുകൂടാതെ നിങ്ങൾ മെസ്സേജസ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്, ഇപ്പോൾ സ്കൂളിലെ ഒരു ഗ്രൂപ്പാണ്, മെസ്സേജസ് ഡെയിലി വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വെക്കണം. ഫോൺ നഷ്ടപ്പെട്ടു പോയാലും ആ നോട്ട്സോ അങ്ങനെ എന്തെങ്കിലും കണ്ടൻറ്റ്, കുട്ടികളുടെ എന്തെങ്കിലും കണ്ടൻറ്റ് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ബാക്കപ്പ് ചെയ്യാം. അപ്പം വാട്സാപ്പിൻ്റെ ഹോം പേജിലേക്ക് വരിക, ഈ സൈഡിലത്തെ 3 ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാട്സാപ്പ് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ചാറ്റ് തീം വാൾപേപ്പർ, രണ്ടാമത്തെ ഓപ്ഷൻ ചാറ്റ്സ്,
അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ചാറ്റ് ബാക്കപ്പ് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്തിൽ ബാക്കപ്പ് ഓപ്ഷൻ ഡിഫോൾട്ട് ഓഫ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കപ്പ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഡിഫോൾട്ട് ഇത് ഗൂഗിൾ ഡ്രൈവിലോട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്കത് ഷെഡ്യൂൾ ചെയ്യാം ബാക്കപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് ബാക്കപ്പ് എപ്പോഴാണ് ചെയ്യേണ്ടത്. നിങ്ങൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ ബാക്കപ്പ് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ എൻ്റെ ബാക്കപ്പ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡെയിലിയാണ് കേട്ടോ. ഡെയിലി ഗൂഗിൾ ഡ്രൈവ് ഡെയിലി. അപ്പം നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഏത് അക്കൗണ്ടിലാണ്, നിങ്ങളുടെ അക്കൗണ്ടാണോ വേറെ ഏതെങ്കിലും അക്കൗണ്ടാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ബാക്കപ്പ് എങ്ങനെയാണ്, ബാക്കപ്പ് വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ ബാക്കപ്പ് ചെയ്യണോ അതോ സെല്ലുലാറിലോ വൈഫൈയിലോ ഏതെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യം ആ സമയത്ത് അത് ബാക്കപ്പ് ആവും. ആ ബാക്കപ്പിൻ്റെ സൈസാണ് ഇവിടെ കാണിക്കുന്നത്, കണ്ടില്ല 1.9 GB ആണ് എൻ്റെ ബാക്കപ്പിൻ്റെ സൈസ്. ലാസ്റ്റ് ബാക്കപ്പ് ചെയ്ത് ടൈമാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഈ ഫയൽസ് എല്ലാം സെക്യൂറായിട്ട് സേവ് ചെയ്തേക്കാം. നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾക്കത് റീസ്റ്റോർ ചെയ്യാം. പിന്നെ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ആരെങ്കിലും വീഡിയോ ഒക്കെ അയച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആവും ഡിഫോൾട്ടായിട്ട്. നിങ്ങൾക്ക് ആ ബിഹേവിയർ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ അത് കാണാൻ പറ്റുക ഇവിടെ തന്നെ നല്ല മീഡിയ വിസിബിലിറ്റി കണ്ട, അതിനകത്ത് ഷോ ന്യൂലി ഡൗൺലോഡ് മീഡിയ ഇൻ യുവർ ഫോൺസ് ഗാലറി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിനോട് ഡൗൺലോഡ് ആവും. അങ്ങനെയാണ് ആക്ച്വലി നിങ്ങളുടെ ഫോണിലേക്ക് കൂടുതൽ ഡാറ്റ വരുന്നത്. അത് സൈസ് കൂടി അത് ചിലപ്പോൾ സ്റ്റോറേജ് തീർന്നു പോയി ഫോൺ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഡൗൺലോഡ് ആകും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യും. പിന്നെ ഈ ചാറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് എടുക്കുക. ആ ചാറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. പല ഓപ്ഷനുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡാറ്റ സ്റ്റോറേജ് യൂസേജ് അതുപോലെ തന്നെ കൂടെ കാണിക്കുക. നിങ്ങളുടെ മീഡിയ ഡൗൺലോഡ് എന്താണ്, വോയിസ് മെസ്സേജ് ഓട്ടോ ഡൗൺലോഡാണ് ഡിഫോൾട്ട് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ആണല്ലോ ഇവിടെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ ഫോട്ടോ മാത്രം ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ എല്ലാം എക്സ്ക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ കണക്റ്റഡ് വൈഫൈ ആണെങ്കിൽ എല്ലാം കണക്ട് ചെയ്യുക. റോമിംഗ് ആണെങ്കിൽ ഒന്നും ഡൗൺലോഡ് ചെയ്യരുത്. അപ്പോൾ ആ ബിഹേവിയറൊക്കെ നിങ്ങൾക്ക് കൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഡാറ്റ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നതിൽ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾ ഗ്രൂപ്പിലിടുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിടുക. താങ്ക്സ്.